ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായില്ലേ കണ്ടിട്ട്. ആക്ച്വലി 2 മാസം മുന്നേ അതായത് 2025 അവസാനമായിട്ടും 2026 ആദ്യമായിട്ടും എൻ്റെ ലൈഫില് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചും സങ്കടപ്പെട്ടയും കാര്യങ്ങളാണ് നടന്നിരുന്നത്. ആ രണ്ട് കാര്യങ്ങളിൽ നിന്ന് റിക്കവർ ആവാൻ, ഹാപ്പിനെസ് കുഴപ്പമില്ല, പക്ഷെ ആ ഒരു സാഡ് ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് റിക്കവർ ആവാൻ ഞാൻ കുറേ സമയമെടുത്തു. സത്യം പറഞ്ഞാ ഇപ്പോഴും റിക്കവർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഐ തിങ്ക് ഇനിയും കുറെ സമയം എടുക്കുമെന്ന് എനിക്കറിയാം. സോ അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഇടാൻ ലേറ്റ് ആയതും ഒക്കെ. ആക്ച്വലി സംഭവം എന്ന് പറഞ്ഞാല് എൻ്റെ കല്യാണം കഴിഞ്ഞു 2 വീക്സ് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് മൺഡേ ആണ്. സോ സൺഡേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ആളായിരുന്നു. ആള് ഡയബറ്റിക് ആയിരുന്നു. ബട്ട് നമ്മൾ കാണുമ്പോഴൊക്കെ നല്ല ഹെൽത്തിയാണ് ആള്. ആള് നടക്കാനൊക്കെ പോവും, എക്സസൈസ് ഒക്കെ ചെയ്യും, എല്ലാം ചെയ്യുമായിരുന്നു. ബട്ട് പെട്ടെന്ന്, അതായത് ഞാൻ ആളെ ഒരു 7:45 കാണുന്നു, 9:30 ആള് മരിച്ചു പോകുന്നു. അതായിരുന്നു ഞങ്ങളുടെ സിറ്റുവേഷൻ. അപ്പം ആ മാരേജ് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഹണിമൂൺ ഫേസിലോട്ടൊക്കെ, ഐ മീൻ എല്ലാ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി എല്ലാരെയൊക്കെ കണ്ട് അത് ഞങ്ങളുടെ ഒരു ടൈമിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നു. സോ അത് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. ഞാൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ എൻ്റെ മാരേജ് വീഡിയോസും ഹെൽത്തി വീഡിയോസും ഒക്കെ ഞാൻ ഒരു 2 ആഴ്ച മുന്നേ ഞാൻ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് അതിലെ ആളെ അച്ഛനെ കാണുമ്പോഴേക്കും എനിക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വയ്യാണ്ട് കിടക്കുകയോ അങ്ങനെ വല്ല കിടന്ന ആളായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അക്സെപ്റ്റബിൾ ആയിരുന്നു. പക്ഷേ ഇതെന്തോ എനിക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എഡിറ്റ്. ഞാൻ വിചാരിച്ചു അത് കുറച്ച് നാൾ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അത് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് അത് എഡിറ്റ് ചെയ്തിടാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് വന്നിട്ട് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എങ്ങും പോയിട്ടും ഒന്നുമില്ല. സോ ഈ മൈൻഡൊക്കെ ഒന്ന് റെഡി ആവാൻ ഞാൻ വിചാരിച്ചു ട്രെക്കിങ്ങിന് പോവാന്നല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഇങ്ങനെ ട്രെക്കിങ്ങിന് പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമേ വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. സോ സൺഡേ ആണ് ട്രെക്കിംഗ്, സാറ്റർഡേ ഞാൻ അപ്പോൾ ഒന്ന് റെഡി ആകാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് റെഡി ആവുന്ന ഫേസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ പുതിയൊരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. ഇതൊന്നും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത് ഇട്ട് നോക്കിയതാണ്. സുചിത്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഡ്രസ്സാണ്. കുറച്ച് കോസ്റ്റ്ലി ആണ് ആക്ച്വലി. അത്യാവശ്യം വിലയുണ്ട്. പക്ഷെ ഇത് കുറച്ച് ലൂസാണ് കേട്ടോ. എൻ്റെ കൈ ഭാഗവും അവിടെ ഒക്കെ നല്ല ലൂസാണ്. പക്ഷെ നല്ല ചെറിയൊരു കോളറൊക്കെ വരുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ അത് എടുത്തിട്ട് പിന്നെ ഇത് ഇത്രയും ലൂസ് ആയതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ മൈൻഡ് ഇങ്ങനെ മാറ്റി, അതിടണം, അത് രസം ഉണ്ടാവുമെന്ന്. പക്ഷെ എനിക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ അത്ര ഭംഗി കുറവില്ല, നല്ലതായിരുന്നു. പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് വേറൊരു ഡ്രസ്സൊക്കെ എടുത്തിടാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ 2026 എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് വന്നു. കുറേ പറഞ്ഞാൽ എല്ലാ പോയിന്റിലും കുറേ ചേഞ്ചസ് വന്നു. മീൻസ് എൻ്റെ ഞാൻ പുതിയൊരു പ്രൊജക്റ്റിലേക്ക് കയറി. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം മാറി. ആക്ച്വലി ഞാൻ പണ്ട് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റേഴ്സ് ദൂരെയായിരുന്നു. ഇപ്പൊ ഞാനിത് അടുത്തായിട്ടുള്ള ആർട്ടിക് എന്ന് പറയുന്ന ഒരു ഫ്ലാറ്റാണ്. അപ്പൊ അങ്ങോട്ട് മാറി. പിന്നെ ഓഫ് കോഴ്സ് കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട് മാറി, സിറ്റുവേഷൻസ് മാറി, ചുറ്റിനും കണ്ടുകൊണ്ടിരുന്ന ആളുകൾ മാറി. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയത് അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളുടെ വീട്ടിലെ ഒരു സാഹചര്യം അല്ല അവിടെ വേറൊരു സാഹചര്യം, ഇവിടെ വേറൊരു സാഹചര്യം, അങ്ങനെ സാഹചര്യങ്ങൾ മാറി. അങ്ങനെ ഒരുപാട് ചേഞ്ചസിലൂടെ കടന്നു പോയ ഒരു 2-3 മാസമായിരുന്നു ഇത്. 3 ആയില്ല, 2 മാസമായിരുന്നു.
അങ്ങനെ ചേഞ്ചസുമായിട്ടൊക്കെ ഞാൻ അഡാപ്റ്റ് ആയി വരുന്നുണ്ട്. ആസ് എ പർച്ചേസിന്റെ പാർട്ടായിട്ട് ഞാൻ പാന്റലൂൺസിലാണ് പോയത്. അവിടെ ആക്ച്വലി എന്റെ മദർ ഇൻ ലോക്ക് ഒരു ഡ്രസ്സ് റിട്ടേൺ ചെയ്യാനുണ്ട്. അപ്പൊ അത് റിട്ടേൺ ചെയ്യുന്നതിന്റെ വക ഞാൻ കുറച്ച് ക്യാഷും കൂടി നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിന്റെ വക ഒരു ടീഷർട്ട് ഒക്കെ എടുത്തു. ആ ടീഷർട്ട് ആയിരുന്നു ഞാൻ പിറ്റേന്ന് അവിടെ വിയർ ചെയ്തുകൊണ്ട് പോകുന്നത്. പിന്നെ നമ്മൾ യൂഷ്വൽ നമ്മൾ ലുലുവിലാണ് എല്ലാ പർച്ചേസിനും അടുത്ത് ഓടി പോകുന്നത്. ബട്ട് എനിക്കിവിടെ ആർടെക്കിന്റെ അടുത്ത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ സാധനങ്ങളും അവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ അവിടുന്ന് മേടിക്കാം. പിന്നെ അതല്ലാണ്ട് വരികയാണെങ്കിൽ ഞാൻ ഇവിടുന്നാണ് ഞങ്ങളുടെ ഇവിടെ ലുലുവിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും മേടിക്കാനും ഒക്കെ വരുന്നത്. സോ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ ലുലുവിലും വരുന്നത്. എല്ലാത്തിനും കുറെ ഗ്യാപ്പായി. പിന്നെ ഞാൻ ഇത് ജാനുവരിയിൽ ഞാൻ ഓഫീസിൽ വന്നിട്ടേ ഇല്ല. ഫെബ്രുവരിയിലാണ് ഞാൻ ഓഫീസിലും വരുന്നത്. എല്ലാത്തിനും കുറെ ഗ്യാപ്പൊക്കെ ആയി. എല്ലായിടത്തും വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ എനിക്ക് കുറച്ച് സമയമെടുക്കും. പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് ഒരു 1 വീക്ക് 2 വീക്ക് ഇനി സ്ട്രെച്ച് എനിക്ക് നിൽക്കേണ്ടി വരില്ല. എനിക്കൊരു മന്ത്ലി 10 ഡേയ്സ് ഓഫീസിൽ വന്നാൽ മതി. സോ അത് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ്, ഫസ്റ്റ് ഞാൻ ഒരു ട്രാക്ക് സ്യൂട്ടാണ്. അപ്പം എനിക്കിത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രാക്ക് സ്യൂട്ട് ഇതാണ്. സോ ഞാനിതെടുത്തു. പിന്നെ ഒരു ഹൂഡി പോലൊരു സാധനം എടുത്തു. ഇതൊക്കെ ഞാൻ ജിമ്മിൽ വിയർ ചെയ്യുന്നതാണ്. ആ ഒരു സംഭവം എടുത്തു. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഇടാം. ചിലപ്പം ഒരു ടീഷർട്ടും കൂടെ ഞാൻ പാൻറ്റലൂൺസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ടീഷർട്ട് ഇതെടുത്തു. പിന്നെ നമുക്ക് സ്പോർട്സ് ബ്രാ വേണമെങ്കിൽ സ്പോർട്സ് ബ്രാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് സോക്സ്, 2 സോക്സ്, നാളത്തേക്കുള്ള 2 സോക്സ് അതെടുത്തു. പിന്നെ ഇന്നേഴ്സ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കാം. അപ്പോൾ എനിക്ക് നാളെ രാവിലെ എണീക്കുമ്പം പെട്ടെന്ന് പോവാമല്ലോ. പിന്നെ ബാഗിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കാലം കൊണ്ട് ഞാൻ ചിലപ്പോഴേ കൊണ്ടുപോകും, ചിലപ്പോൾ ഞാൻ കൊണ്ടുപോകും. എനിവേസ് പിന്നെ ഒരു സൺഗ്ലാസ് എടുത്തു. പിന്നെ എൻ്റെ ഓഫീസിലെ ID കാർഡ് ഞാൻ ജസ്റ്റ് അത് ചുമ്മാ എടുത്തു. പിന്നെ കുപ്പി വെള്ളം, ഇതെനിക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് വന്നപ്പം അവരെനിക്ക് തന്നതാണ് കേട്ടോ ഈ സാധനം. അപ്പം ഇത് കൊണ്ടുപോവാം. പിന്നെ എൻ്റെ തുണി, ഇറ്റ് ഈസ് മൈ ഹാർട്ട്. അപ്പം ഇതെടുത്തു. വേറെ ഒന്നും തൽക്കാലം വേണ്ടാന്നാണ് എനിക്ക് വിശ്വാസം. പിന്നെ ഞാൻ ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാച്ച് ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്. സോ വാച്ച് ചാർജ് ആവും. ട്രൈപോഡ് എടുക്കുക, ഫോൺ എടുക്കുക. പിന്നെ ഒന്നുമില്ല, ഞാൻ ടവലൊന്നും എടുക്കുന്നില്ല. പിന്നെ എൻ്റെ നൈക്കിയുടെ ഷൂ അവിടെ റെഡിയാണ്. അതൊക്കെ ആക്കിയിട്ട് നാളെ ഒരു 4:45 ആകുമ്പോൾ എഴുന്നേൽക്കാമെന്ന് വിചാരിക്കുന്നു. 10:03. അപ്പം ഞാൻ 10:30 ആകുമ്പോഴത്തേക്ക് കുളിച്ച് കിടക്കാം. നാളെ രാവിലെ എന്നിട്ട് നേരത്തെ എഴുന്നേൽക്കാം. പിന്നെ ടാബ്ലറ്റ് എടുക്കും കേട്ടോ. എനിക്ക് തലവേദനയുടെ ടാബ്ലറ്റ് ഉണ്ടാവും, അതും കൂടെ എടുക്കും. അപ്പം അത്രയും അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ വെച്ചു. അതിനുശേഷം നേരത്തെ കിടക്കാനായിട്ട് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇപ്പോൾ ലൈഫിൽ ഒരു ചേഞ്ച് തോന്നുന്നത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും ഒന്ന് സ്ലോ ഡൗൺ ആയി. എല്ലാം റഷൊക്കെ ഞാൻ മാറ്റി വെച്ചതല്ല, ബട്ട് എങ്ങനെയോ എൻ്റെ റഷുകളെല്ലാം മാറിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. മറ്റേത് എനിക്ക് ഭയങ്കര വെപ്രാളമായിരുന്നു, അതെല്ലാം ഇപ്പൊ മാറി ഭയങ്കര സ്ലോ ആയി. ഇത് വെരി നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഏകദേശം ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റു. 4:15 ആണ് ഞാൻ അലാം വെച്ചിരുന്നത്. അങ്ങനെ എഴുന്നേറ്റ് രാവിലെ ഒരു ഓട്ട് മിൽക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അന്ന് പറഞ്ഞ പോലെ ലുലുവിൽ പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഈ ഒരു ഓട്ട് മിൽക്ക്. പിന്നെ ഓട്ട് മിൽക്ക് കോഫി ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഫേമസ് ആയിരുന്നല്ലോ. സോ ഞാൻ അങ്ങനെ ഒരു ഓട്ട് മിൽക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആസ് യൂഷ്വൽ മാരേജ് കഴിഞ്ഞുണ്ടായ ഒരു ചേഞ്ചിലെ ഒരു ഭാഗമാണ് കോഫി. ഞാൻ ഭയങ്കര ടീ അഡിക്റ്റ് ആയിരുന്നു. എനിക്ക് എപ്പോഴും ടീ കുടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അവൻ എപ്പോഴും കോഫിയാണ് ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഞാനും ഇപ്പം കുറെ കൂടെ കോഫിയിലേക്ക് പോയി. പിന്നെ എന്തോ കോഫി
കോഫി ആണ് കമ്പയർ ടു ടീ നല്ലതെന്ന് ഞാൻ എവിടേക്കോ പിന്നെ പിന്നെ എപ്പോഴും കാണാൻ തുടങ്ങി. അങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ മോർണിംഗ് ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. ജസ്റ്റ് ഇത് മാത്രം കുടിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ ട്രക്കിങ്ങിനെ പറ്റിയും ട്രക്കിംഗ് വിശേഷങ്ങളെയൊക്കെ പറ്റിയും ഒക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ട്ടോ. ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി ട്രക്കിങ്ങിലെ വിശേഷങ്ങളെല്ലാം ഞാൻ പയ്യെ നെക്സ്റ്റ് കമ്മിങ് വീഡിയോസിലൊക്കെ പറയാം. പിന്നെ ഇത് ഒരു ഞാൻ നിൽക്കുന്നത് ഇപ്പോഴും ഒരു ഷെയറിംഗ് ഫ്ലാറ്റിൽ തന്നെയാണ്. ബട്ട് കുറച്ചുകൂടി ഇങ്ങ് ഐ മീൻ റോഡ് സൈഡിലോട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു 10 days വന്നാൽ മതി, ചിലർക്ക് 5 days മാത്രം വന്നാൽ മതി, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആളങ്ങനെ എപ്പോഴും കാണില്ല. എപ്പോഴും ഒരു 2 to 3 ആളുകൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. പിന്നെ വേറെ ചേഞ്ച് എനിക്ക് ഉണ്ടായത് വേറെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പല ചേഞ്ചസ്. പിന്നെ ഞാൻ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തു. അതായത് മാരേജിന്റെ സമയമൊക്കെ ആയപ്പോഴേക്കും ഞാൻ ജിമ്മെല്ലാം നിർത്തിയായിരുന്നു. കാരണം ഇതിന്റെ ഓട്ടവും കാര്യങ്ങളും ഞാൻ തന്നെയായിരുന്നു എൻ്റെ മാരേജിന്റെ ഈച്ച് ആൻഡ് എവറി കാര്യം ഡിഫൈൻ ചെയ്തത്, പ്ലാൻ ചെയ്തത്. വലിയൊരു മാരേജ് ഒന്നുമല്ല, കുഞ്ഞു മാരേജ് ആണെങ്കിലും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. സോ അതിന്റെ ഓട്ടത്തിന്റെയും കാര്യങ്ങളുടെ ഇടയ്ക്ക് ഞാൻ എല്ലാം നിർത്തി. എൻ്റെ വെയിറ്റ് ഒക്കെ എനിക്ക് ലോസ് ആയി 55 kg ഞാൻ മാരേജിന്റെ സമയത്ത് എത്തിയായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ വീണ്ടും സ്ട്രെസ് ഈറ്റിംഗ് അങ്ങനെ എന്ത് വേണേലും പറയാം. അങ്ങനെ വീണ്ടും ഞാൻ ഒരു 60 to 63 kg വീണ്ടും വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറയ്ക്കണം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള റിവ്യൂ. ഞങ്ങൾ 18th ഫ്ലോർ ആണ്, ഏറ്റവും ടോപ്പസ്റ്റ് ഫ്ലോർ ആണ് ഞങ്ങളുടെ. അവിടെ നമുക്ക് വ്യൂ കാണാം, റൺവേ കാണാം. അതിന് ഓപ്പോസിറ്റ് ഞങ്ങളുടെ ഫ്ലാറ്റിന് ഓപ്പോസിറ്റ് ആണ് SFS. അത് പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ. രാവിലെ ഭയങ്കര രസമായിരിക്കും, രാത്രിയിലും ഇങ്ങനെയുള്ള കുറെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. നല്ല രസമാണ്. ലുലുവിന്റെ ആ ഒരു ലൈൻ ഓഫ് ലൈറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ഒരു 2 kilometers ഉള്ളൂ നമുക്ക് ലുലുവിലോട്ട്. അപ്പം കുറെ നാൾക്ക് ശേഷമുള്ള ട്രിപ്പാണ്. ഞാനിപ്പോൾ റെഡിയായിട്ട് then about this oat milk ഓട്സിൻ്റെ നല്ല രീതിക്കുള്ള ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് കോഫി ഞാൻ കുറച്ച് അധികം ഇട്ടു, അങ്ങനെ എനിക്ക് തോന്നി. അത്രയും കോഫി പൗഡർ ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ചുകൂടി ചൂടോടെ കുടിക്കണം. ഞാൻ നന്നായിട്ട് ആറിയിട്ടാണ് കുടിക്കുന്നത്. അപ്പം പാലിന് ആൾട്ടർനേറ്റീവായിട്ട് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ. നല്ല രസമാണ്. ഇത് ഞാൻ ലുലുവിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഓട്ട് മിൽക്ക്.